ഇന്നത്തെ വചനചിന്ത ഹൃദയവേദന അറിയുന്ന ദൈവം. ഹാഗർ അബ്രഹാമിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോഴും മരുഭൂമിയിലേക്ക് താൻ ഓടിപ്പോയപ്പോഴും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും എൻ്റെ സങ്കടം കേൾക്കുന്ന ദൈവമുണ്ടെന്നും പറഞ്ഞ് അവൾ എന്നെ കാണുന്നവനെ ഞാൻ എവിടെയും കണ്ടുപോയി എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും മരുഭൂമിയുടെ അവസ്ഥയിലും ദൈവം കാണുന്നു. നമ്മെ കാണുന്ന ദൈവമുണ്ട്. നമ്മെ കാണുന്ന നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവം തക്ക സമയത്ത് ഉത്തരം കൈമാറും. എവിടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. മുൻപോട്ട് ചലിക്കുവാൻ കഴിയാതെ വണ്ണം കാരാഗൃഹത്തിൻ്റെ വാതിലടച്ചാലും കാവൽ ഏർപ്പാടാക്കിയാലും കൈകാലുകൾ ചങ്ങലക്കിട്ടാലും ആരാധനയും പ്രാർത്ഥനയും സ്തുതിയും ഉയരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും. ആ സാന്നിധ്യത്തിന് മുമ്പിൽ ചങ്ങല കളഞ്ഞ് അടഞ്ഞ വാതിലുകൾ തുറന്ന് തൻ്റെ ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ മുന്നോട്ട് ചലിക്കുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ഏതിനെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സ്തുതിയുടെയും സൗരഭ്യവ്യാസന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെത്തുമ്പോൾ അതിൻ്റെ മറുപടി മുന്നിൽ തടസ്സമായി നിൽക്കുന്ന സകലത്തെയും നീക്കിക്കളയും. ദൈവിക നിയോഗത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരെ അണലികടിച്ചാലും സിംഹക്കുഴിയിലിട്ടാലും തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടാലും അവിടെയെല്ലാം കാര്യം തീരുമാനിക്കുന്നത് തീച്ചൂളയല്ല, സിംഹമല്ല, അണലിയല്ല, മറിച്ച് സർവശക്തനായ ദൈവമത്രേ. ദൈവത്തിൻ്റെ തീരുമാനമേ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ തീരുമാനമേ ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് നിവൃത്തിയാകത്തുള്ളൂ. ദൈവിക നിയോഗമുള്ളവനെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. 91 സങ്കീർത്തനത്തിൻ്റെ പുസ്തകം ഇപ്രകാരം വായിക്കുന്നു: സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. നാം പ്രതീക്ഷ അർപ്പിച്ച ചില പദ്ധതികൾ വഴിയിൽ അടയുമ്പോൾ അടയപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നയിക്കുവാനാണ്, താങ്കളെ ദൈവിക പദ്ധതിയിലേക്ക് നടത്തുവാനാണ്. തിരുവചന പ്രകാരം വിളിച്ചു പറയുന്നു: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പലരുടെയും വാക്കുകൾ, പ്രവൃത്തികൾ താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയെ ക്ഷീണിപ്പിക്കുമ്പോൾ, താങ്കളുടെ മനസ്സിനെ മടുപ്പിക്കുമ്പോൾ, താങ്കൾ തളർത്തിക്കളയുമ്പോൾ ദൈവത്തിൻ്റെ വാക്കിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഉറച്ചു നിൽക്കുന്നവർക്കായി ദൈവം വീര്യം പ്രവർത്തിക്കും. ഭക്തനായ ദാവീദിന് മുൻപിൽ ഗോലിയാത്ത് വെളിപ്പെട്ടു. ഗോലിയാത്തിൻ്റെ വാക്കിന് മുമ്പിൽ ദാവീദ് ഉറച്ചു നിന്നപ്പോൾ അവൻ്റെ മുമ്പിൽ ഗോലിയാത്തിന് ദൈവം വീഴിച്ചു. ദൈവിക നിയോഗത്തിൽ ചരിച്ച ഭക്തനായ നെഹമ്യാവ്. മതിലിൻ്റെ പണികൾ പൂർത്തീകരിക്കാതിരിപ്പാൻ വെല്ലുവിളിച്ചവരുടെ മധ്യേ നെഹമ്യാവ് ഉറച്ചു നിന്നപ്പോൾ ദൈവം ശത്രുക്കളുടെ തല നെഹമ്യാവിൻ്റെ മുമ്പിൽ കുനിച്ചുവെങ്കിൽ ഉറച്ചു നിൽക്കുന്ന മക്കൾക്കായി ദൈവിക പ്രവൃത്തി വെളിപ്പെടും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. യെശയ്യാപ്രവചന പുസ്തകം 43 അധ്യായം 2 തിരുവചനം പ്രകാരം വായിക്കുന്നു: നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിൻ്റെ ദൈവം ഇസ്രായേലിൻ്റെ പരിശുദ്ധമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഏതൊരു പ്രതികൂലത്തിലും ഏതൊരവസ്ഥയിലും താങ്കൾ കടന്നു പോകുമ്പോൾ താങ്കളുടെ ഹൃദയത്തിലെ വേദന മറ്റാർക്കും അറിയത്തില്ല. എന്നാൽ താങ്കളുടെ ഹൃദയത്തിലെ വേദന അറിയുന്ന, താങ്കളുടെ കണ്ണുനീർ കാണുന്ന, താങ്കളുടെ കഷ്ടതയിൽ ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആകയാൽ ഹൃദയവേദന അറിയാവുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ പൂർണ്ണമായി വിഷയങ്ങൾ ഏൽപ്പിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഹന്ന ഹൃദയത്തിലെ സകല വേദനയും ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചപ്പോൾ അവൾക്ക് പിന്നെ നിരാശപ്പെടേണ്ടി വന്നില്ല, അവൾക്ക് പിന്നെ കരയേണ്ടി വന്നില്ല. ഓരോ നിമിഷവും അവളുടെ കൊമ്പ് ദൈവം ഉയർത്തിക്കൊണ്ടേയിരുന്നു. അതിനാലാണ്
1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ ഹന്ന വിളിച്ചു പറഞ്ഞത് എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഹൃദയവേദന, താങ്കളുടെ ഹൃദയവേദനയും ദൈവകരങ്ങളിൽ പകരുക, അനുഗ്രഹിക്കപ്പെട്ട മറുപടി നൽകുവാൻ കർത്താവ് ശക്തനാണ്. കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.